വാക്കുകളാണ് ഇത്. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സഹോദരവും കണ്ടെത്തുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ ആ കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റ് പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവെക്കുന്നതും ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സൗഷ്ണതയും സാഹോദര്യവും അതിലുപരിയായി മനുഷ്യത്വവും മാനവികതയുമാണ്. അടിസ്ഥാനപരമായി ക്രിസ്മസ് ഒരു ക്രിസ്ത്യൻ ആഘോഷമാണ് എങ്കിൽ പോലും ലോകമെമ്പാടും 160ഓളം രാജ്യങ്ങളിൽ 2 ബില്യണോളം ജനങ്ങൾ ഈ വിശേഷ ദിവസം ഓരോ രാജ്യത്തിന്റെയും വൈവിധ്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടാടുന്നുണ്ട്. ഏകദേശം 31.9 ദശലക്ഷം ക്രിസ്ത്യൻ ജനസംഖ്യയാണ് ഭാരതത്തിൽ എങ്കിൽ പോലും ഏകത്വം ആഘോഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്മസ് ഒരു ആഘോഷം തന്നെയാണ്. ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കും എന്നതിനുള്ള വലിയ പ്രതീകമാണ് ക്രിസ്മസിനുള്ള ജനപ്രീതി. ഈ ക്രിസ്മസിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഉണ്ണീശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ രാത്രിയിൽ പൊന്നും മീറയും കുതിരക്കുമായി ഉണ്ണിയേശുവിനെ കാണാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അവർക്ക് വഴികാട്ടിയായത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. ഏഷ്യ പ്രവാചകനും ജെറമ്യ പ്രവാചകനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ പ്രവചിച്ച ദൈവപുത്രന്റെ മഹാരാജാതിരാജന്റെ ജനനം മാളികയിലോ മഹാസൗധത്തിലോ അല്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു തൊഴുത്തിൽ. നമ്മുടെ കുടുംബങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടിന്റെ ഭംഗിയോ ദൃഢതയോ പോലും ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ. ഇതിലൂടെയെല്ലാം ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട്. എളിമയുള്ളവരായിരിക്കുക. നന്ദി. ജയ് വിഷില്ലേ.